പിന്നെ പൊതുജനങ്ങൾ വളരെ ഒരു ജനകീയ പ്രശ്നം എന്നോട് പറഞ്ഞിട്ടുണ്ട് അണിയെക്കുറിച്ച്. ശരി. ഹണി റോസ് എന്താ കല്യാണം കഴിക്കാത്ത? വലിയൊരു നാട്ടിലെ ഒരു പ്രശ്നം. നാട്ടിൽ എന്തല്ല മുല്ലപ്പെരിയാർ പോലെ ഒരു വലിയ പ്രശ്നമായിട്ടാണ് ജനങ്ങൾ അവതരിപ്പിക്കുന്നത്. മാത്രമല്ല അമ്മ കല്യാണത്തെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ഹണി റോസിലൂടെ പറയാറുണ്ടെന്ന് ഒരു പിന്നാമ്പുറ വാർത്ത. അമ്മയ്ക്ക് ഒരു ആദിയുണ്ട് ഉള്ളിൽ. ഏത് അമ്മയ്ക്ക് ഉണ്ടാകുന്ന ഒരു ആദി, അത് അണിയുടെ അമ്മയ്ക്കുണ്ട്, സ്വാഭാവികം. ഞാൻ അമ്മയുടെ കൂടെ കേട്ടോ, ഐ ആം വിത്ത് യു. അപ്പോഴെല്ലാം ശണ്ട കൂടി പിരിയുന്നു. അത് പിന്നെ അതിങ്ങനെ കുറെ നാളുകളായിട്ട് ഇപ്പൊ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ്. എനിക്കൊരു അമ്മയുടെ ഐഡിയ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രായത്തിൽ തന്നെ ഹണി റോസിനെ കെട്ടിച്ച് അയാളുടെ ജീവിതം ലെവലാക്കണം എന്നുള്ളതായിരുന്നു. അയാളുടെ ജീവിതം ലെവലാക്കണം എന്നുള്ളതായിരുന്നു. പക്ഷെ ഞാനതിന് പിടികൊടുക്കാത്തത് കൊണ്ട് ഇങ്ങനെ രക്ഷപ്പെട്ടു. അതൊരു മനുഷ്യനെ നശിപ്പിക്കേണ്ട എന്നുള്ള തീരുമാനമാണ് ഏകദേശം, അല്ലേ? ഹണി റോസിന്റെ ജീവിതത്തിലെ നായകനെ വിജയുടെ ഒരു ഛായ ഉണ്ടോ? അങ്ങനെ ആവട്ടെ, അങ്ങനെ ആയാൽ നമ്മൾ ഹാപ്പി ആവും. അതുകൊണ്ട് ഹാപ്പി ആവില്ല കേട്ടോ. ഇല്ല, നല്ലൊരു മനുഷ്യനും കൂടെ ആവണം. അങ്ങനെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ കുട്ടിയേട്ട എന്തോ ചോദിക്കാൻ വന്നു. എന്തോ പറഞ്ഞ കുട്ടിയേട്ടാ. ഹണി റോസ്, ഏകദേശം 10 വർഷത്തിന് മുകളിലായി ഒരാൾ താങ്കളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് കുട്ടിയേട്ടൻ മനസ്സിലാക്കുന്നു. സ്ഥിരമായി താങ്കളുടെ മൊബൈലിലേക്ക് അദ്ദേഹത്തിന്റെ മെസ്സേജുകളും വരാറുണ്ട്, ശരിയല്ലേ? ആരാണ് പാർട്ടി? അങ്ങനെയുള്ള ആളുകളുണ്ട്. ഒരാളെന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളെന്നോ ഒക്കെ പറയാം നമുക്ക്. എന്നിട്ട് അയാളുടെ സന്ദേശങ്ങളുടെ സ്വഭാവം എങ്ങനെയാ? ഭയങ്കര ഡീസന്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലേ നമ്മള്. അല്ല, ഈ എങ്ങനെയാ ഹണിയുടെ ഈ കാര്യത്തിൽ ഒരു സ്വഭാവം? ഒരുപാട് ഈ പേരറിയാത്ത കോളുകൾ, നമ്മൾ സേവ് ചെയ്തിട്ടില്ലാത്ത നമ്പറിൽ നിന്ന് വരുന്ന കോളുകളൊക്കെ എടുക്കുവോ? ഇല്ല, ഒരിക്കലും ഇല്ല. നട്ടപ്പാതിരേക്ക് വരുന്ന നല്ല കോള്. ഫോൺ മര്യാദക്ക് യൂസ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. ഭയങ്കര പരാജയമാണ് ആ കാര്യത്തില്. എനിക്ക് ലോക പരാജയം. കാരണം എന്റെ ഫോൺ ഒരു ഡെയിലി എനിക്ക് ഒരു 5 കോളിൽ കൂടുതലൊന്നും, എനിക്ക് 5 കോളൊക്കെ എന്ന് വെച്ചാൽ അച്ഛനും അമ്മയും കഴിഞ്ഞാൽ വരുന്നത് വളരെ കുറവാണ്. എടുക്കാറില്ല, വരാറില്ല. അങ്ങനെ ഒരു കണക്ഷൻ ഇല്ല എനിക്ക് എന്റെ ഫോണിൽ. ഏതെങ്കിലും ഒരു കോള് വരണേന്ന് ആഗ്രഹിച്ചതായിരുന്നു? ഏത് കോളാ? അങ്ങനെയൊന്നും സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിക്കുമ്പോഴോ മറ്റേ ഇതിനകത്ത് ട്രോള് കാണിച്ചതുപോലെ അങ്ങനെയൊക്കെ ആണെങ്കിലോ. ഈ ഇടി സിനിമകളിലൊക്കെ അഭിനയിച്ചു തുടങ്ങിയതിനു ശേഷം ചില സന്ദർഭങ്ങളിലൊക്കെ ചില പരിക്കൊക്കെ പറ്റിയിരുന്നു. ചങ് സിനിമയുടെ സംഭവത്തിൽ ഗോവയിലെ ഷൂട്ടിങ്ങിന് പോയ സമയത്ത് പരിക്ക് പറ്റി, കാല് ഫ്രാക്ചറായി. അത് നമ്മുടെ ഷൂട്ട്, അതായത് സീൻസ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്കൊരു സോങ്ങിന്റെ ഷൂട്ട് കൂടി ബാലൻസ് ഉണ്ട്. അത് 2-3 ദിവസത്തിനുള്ളിൽ ഗോവയിൽ പോയി ഷൂട്ട് ചെയ്യാം എന്നുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. അപ്പം അന്ന് നമ്മളൊരു ബീച്ചിന്റെ സൈഡിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം നല്ല രസമല്ലേ, ഷൂട്ട് പാക്കപ്പ് ആയി, നമുക്ക് സമയമുണ്ട്, ഹാപ്പിയാണ്. ഈവനിങ് ടൈമാണ്. നമ്മുടെ എന്റെ കൂടെ ഗോവ അല്ല, ഇത് കേരളത്തിലായിരുന്നു. ഗോവയിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യാണ് നമ്മൾ. അപ്പം നമ്മുടെ കൂടെയുള്ള ആളുകളും എൻ്റെ ഒരു കസിൻ, ഒരു പെങ്കൊച്ചുണ്ട്, പുള്ളിക്കാരിയും ഞങ്ങളും ഒക്കെയാണ് ഒരുമിച്ചാണ് പോകുന്നത്. അപ്പം അവള് പറഞ്ഞു, ചേച്ചി നമുക്ക് ഈ സൂര്യൻ ഭയങ്കര രസമായിട്ട് ഈവനിങ് ടൈം രസമായിട്ട് നിൽക്കുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ചേച്ചിനെ എടുത്ത് ഇങ്ങനെ പൊക്കാം, അപ്പൊ ചേച്ചി ഇങ്ങനെ കാലിങ്ങനെ മേളോട്ട് പൊക്കി നിൽക്കുന്ന ഭയങ്കര രസമുള്ള പടം കിട്ടുമെന്ന് പറഞ്ഞു. ഇത് FB പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു അതോ? FB ഇടാൻ വേണ്ടി ചാക്കൊക്കെ ഇങ്ങനെ പൊക്കി എടുക്കില്ലേ, യോഗയുടെ ഒരു പോസാണ്. യോഗ ഒരു പോസാണ് സാധനം. അപ്പോ അങ്ങനെ ആദ്യം എടുത്തു, നല്ല ഭംഗിയുള്ള ഒരു പിക്ക് കിട്ടി. പക്ഷെ ഇച്ചിരിയും കൂടെ അതിന്റെ കാലിങ്ങനെ നല്ല സ്ട്രെയിറ്റ് വെച്ചാൽ ഒരു പെർഫെക്ഷൻ കൂടുമെന്ന് പറഞ്ഞ് ഒന്നും കൂടി നിർത്തി. അപ്പൊ കാലിങ്ങനെ ഉയർത്തി അവളിങ്ങനെ ഈ ചാക്കേട്ടൊക്കെ എടുത്ത് വെച്ചേക്കുന്ന പോലെ ഇങ്ങനെ വെച്ചേക്കാം. അവളിങ്ങനെ കുനിഞ്ഞു പോയി വെയിറ്റ് കാരണം. ഞാൻ ഉൾട്ട അടിച്ചു വന്ന് കാല് നിലത്ത് അടിച്ച് ഫ്രാക്ചറായി, ഭയങ്കര നീര്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 2 വീക്സ് ഷൂട്ട് പോസ്റ്റ്പോൺ ചെയ്തു. അപ്പൊ ഇവര് ചോദിച്ചു എന്ത് പറ്റി. അതുവരെയും ഒരു കുഴപ്പമില്ലാതെ ഹെൽത്തി ആയിട്ട് നിന്ന ആളാ. പെട്ടെന്ന് എന്തായി, അപ്പൊ ഞാൻ വണ്ടിയെ കയറുന്ന സമയത്ത് പെട്ടെന്ന് ചീത്ത കേൾക്കും, വീട്ടിലും പറയാൻ പറ്റത്തില്ല. അപ്പൊ വണ്ടിയെ കയറുന്ന സമയത്ത് ചെറുതായിട്ട് വണ്ടിയെ കയറുന്ന സമയത്ത് പറ്റിയതാണ്. ഇങ്ങനെ പെട്ടെന്ന് കാലിങ്ങനെ ഉളുക്കി വീണു പോയി, അങ്ങനെ വന്നാണെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ് അവർ. എന്നാലും ഇങ്ങനെ കിളി ചോദിച്ചത് എന്താണ്, ഇങ്ങനെ വരുമോ, ഇങ്ങനെയൊക്കെ പറ്റുമോന്ന്. പിന്നെ ആ സോങ് ഇപ്പോഴും നോക്കുമ്പോ നമുക്കറിയാം താങ്ങാൻ പറ്റാത്ത വെയിറ്റ് ആയോ. അല്ല, എടുത്ത ആള് കുറച്ച് കുട്ടികളി കൂടുതലുള്ള ആളായിരുന്നു. അത്രയൊന്നും ഇല്ല, വെയിറ്റ് താങ്ങാൻ പറ്റിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചത്. അത്രയും ഇല്ല, അവൾ അത്ര സീരിയസ്നെസ് കൊടുത്തില്ല അതിന്. അവൾക്ക് താങ്ങാൻ പറ്റുന്ന വെയിറ്റ് ആണോ എന്ന് അവള് നോക്കിയില്ല. അപ്പൊ ഞാനും ഇപ്പോഴായിരിക്കും അറിയുന്നത്. പ്രശ്നം ഉണ്ടാക്കാനുള്ള എല്ലാ സാധ്യതയും ഞാൻ ഈ കാര്യം ഒമർ ലുലു പക്ഷെ ആ സോങ് കാണുമ്പോ അറിയാം ഇപ്പോഴും കടൽ തീരത്തോടെ ഓടുന്നതൊക്കെ ചട്ടി ഓടുന്നത്. ഈ മാത്രമല്ല ചില ആളുകളുണ്ട് പെട്ടെന്ന് ഈ വഴുതി വീഴുന്നവരുണ്ട്. അമ്മ ഷോയ്ക്കിടയിൽ വഴുതി വീണൊരു പ്രശ്നം. എനിക്ക് അത് ഭയങ്കര പ്രശ്നമുള്ള ഒരു കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് വീഴും. എനിക്ക് ചെരുപ്പ് ഇടാണ്ട് നല്ല പ്രോപ്പർ ചെരുപ്പ് അല്ലെങ്കിൽ ഞാൻ
തെന്നി വീഴും. എനിക്ക് അല്ലെങ്കിൽ ഭയങ്കര അമ്മാ ഷോയിൽ എന്താ പറ്റിയത്? അത് പിന്നെ ഡാൻസ് ചെയ്യണതിലാണോ വീണത്? അത് വെള്ളം വീണ് കിടക്കായിരുന്നു സ്റ്റേജില്. അതിലെടുത്ത് ഒഴിച്ചായിരിക്കൂ? അല്ലല്ല, മഴയായിരുന്നു. മഴയായിരുന്നു, നമുക്കൊന്നും ചെയ്യാനില്ല. വീഴ്ത്താനുള്ള ചേട്ടന്മാർ ഇടയ്ക്കില്ല. ഇല്ല. അപ്പൊ ഞാനൊരു ബൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഓടി വരാണ് അറ്റത്ത്. അപ്പൊ ലാൽ സാറും മറ്റേ ആക്ടേഴ്സും കൂടി ഇങ്ങനെ സെന്റർ സ്റ്റേജിൽ നിന്ന് കളിച്ചോണ്ടിരിക്കുക. അവിടത്തേക്ക് വന്ന് ജോയിൻ ചെയ്യേണ്ടതാ. ഇവിടുന്ന് ആ സ്റ്റേജിന്റെ ബാക്കിൽ നിന്ന് വീണിട്ട് തെന്നി വന്ന് അവരുടെ മുമ്പിൽ വീണ് മകളെ അനുഗ്രഹിച്ചോ? അദ്ദേഹത്തിന്റെ കാലിൽ ഇങ്ങനെ തട്ടി അദ്ദേഹത്തെയും താഴെ വീഴ്ചു. ആണോ? അതും ഒരു ചരിത്രമാണ് അല്ലേ? സ്റ്റേജിൽ കളിച്ചോണ്ട് ലാൽ സാറേ തട്ടി എന്നെ ആരും കണ്ടില്ല, കാരണം ഞാൻ ഇങ്ങനെ നിലത്തോടെ വന്നത് കൊണ്ട് ആരും കണ്ടില്ല.